നമസ്കാരം. ഗവർണർ വേഴ്സസ് SFI ഞാൻ പറഞ്ഞല്ല, രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള മാധ്യമ ചർച്ചകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പറ്റുന്നത് ഈ ഒരു ടൈറ്റിലിൻ്റെ അണ്ടറിലാണ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന വീഡിയോസ് കാണാനായിട്ട് ഒരു വലിയ കൂട്ടം ആളുകൾ കാത്തിരിപ്പുണ്ട്. അതിലൊരു വലിയ കൂട്ടം ആളുകളുടെ പ്രതീക്ഷയാണ്, അവരുടെ ആഗ്രഹമാണ്, സംഘപുത്രന്മാരുടെ ഒരു ഒരു തരിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യനായിട്ടുള്ള ഗവർണർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ ചെയ്യുന്നതാണോ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ആണ് എന്ന് വിശ്വസിക്കാനായിട്ടാണ് എനിക്കിഷ്ടം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ രാജ്ഭവന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഗവർണറുടെ പദവികൾ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ആ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനകത്ത് കുറേയധികം സാധ്യതകൾ BJPയും ഇവിടെയുള്ള പ്രതിപക്ഷമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യതകൾ ഗവർണർ മുതലെടുത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രകടനങ്ങളാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. ആ ഒരു ലിസ്റ്റിൽ അവസാനമായിട്ട് കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അദ്ദേഹത്തിന്റെ ഒരു അധികാരമാണ് ഇവിടെയുള്ള സർവകലാശാലകളുടെ മേലുള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്നത്. ആ ഒരു പദവി അദ്ദേഹം ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ, ജനാധിപത്യ സംവിധാനത്തിൽ അദ്ദേഹം അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ചെയ്യുന്ന ഡ്യൂട്ടിയോടൊപ്പം തന്നെ അംഗീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു മജോറിറ്റിയുടെ ചില കൺസേൺസ്, അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതാണ് അവിടെ പ്രയോറിറ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇവിടെ ഈ തവണ SFI ഒരു സമരം നടത്തുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് സമരം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവിടെയുള്ള ഒരു വലിയ മജോറിറ്റിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് അതല്ല ഇൻട്രസ്റ്റ്. മാധ്യമങ്ങൾ ഗവൺമെന്റ് വേഴ്സസ് ഗവർണർ എന്നുള്ള തരത്തിലേക്കുള്ള യുദ്ധമുഖത്ത് നിന്നുള്ള കമന്ററീസ് ആണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ പാട്ടാച്ച് വിട്ടുകൊണ്ടിരുന്നത്. ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ചിട്ട്, അവർ പ്രതിക്കൂട്ടിലാവുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ട് തന്നെ തെറി വിളിച്ചിട്ടുണ്ട്. SFIയുടെ ചില രാഷ്ട്രീയ നിലപാടുകൾ, അവരുടെ പ്രവർത്തന രീതി, അതിനോടൊക്കെ കാര്യമായിട്ടുള്ള വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിലും SFI എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നേ ഉള്ള പ്രവർത്തനങ്ങൾ വെച്ച്, അല്ലെങ്കിൽ അവരിൽ ചില ആളുകളുടെ പ്രവർത്തന രീതികൾ അടിസ്ഥാനപ്പെടുത്തി ആ ഒരു കൂട്ടം ആൾക്കാരെ, സമരം ചെയ്യുന്ന ആൾക്കാരെ വില കുറച്ച് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. SFI ഭരണപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ അവർ സമരമുഖത്തേക്ക് ഇട്ടുകൊടുക്കുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ട്, അഡ്രസ് ചെയ്യപ്പെടേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അതിനെ മുഴുവൻ ഈ ഗവർണറുടെ പ്രകടനങ്ങൾ കൊണ്ട്, ഷോ ഓഫ് കൊണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല ജനാധിപത്യപരമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത സാഹചര്യങ്ങൾ വളരെ കുറവാണ്. എന്താണ് SFI ഇവിടെ മുന്നോട്ടേക്ക് വെക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ? ഇത് SFI മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളല്ല. ഇവിടെ KC ഉണ്ട്, MSF ഉണ്ട്, ഇവരൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം ഈ ഒരു ഘട്ടത്തിൽ BJP നേതൃത്വം കാര്യമായിട്ട് തന്നെ അവിടെ ഒരു പ്രീണനം നടത്തുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് 17 ആളുകൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് 18 ആളുകൾ ഗവർണറുടെ നോമിനേഷനിൽ സെനറ്റിലേക്ക് വന്ന അംഗങ്ങളാണ്. ഈ ഒരു അംഗങ്ങളിൽ BJP നേതൃത്വത്തിൽ നിന്ന് എഴുതി കൊടുത്ത കുറേയധികം ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കുന്ന രീതിക്കെതിരായിട്ടാണ് SFI സമരം ചെയ്തത്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അതിനോടൊപ്പം യൂണിവേഴ്സിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കെതിരായിട്ടുള്ള, ക്രൈറ്റീരിയകൾക്കെതിരായിട്ടുള്ള ക്വാളിറ്റിയുള്ള നോമിനേഷൻസും ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ഒരു ഒറ്റ റീസൺ, അവരെല്ലാം BJP നേതൃത്വത്തിൽ നിന്ന് ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുള്ളത്. ഇതിനെതിരെയാണ് SFI സമരം നടത്തിയത്. SFIയുടെ പതിവ് സമര രീതികൾ കണ്ട് മടുത്തിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യം പലപ്പോഴും അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ആളുകളും ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയടിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് പ്രാധാന്യം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികൾ ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യാതെ അവിടെ തൻ്റെ പോലീസിനെ കൊണ്ട്, തൻ്റെ അധികാരങ്ങൾ കൊണ്ട്, തൻ്റെ പ്രിവിലേജുകൾ കൊണ്ട് അത് അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല നടപടിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതിനകത്ത് ഒരു ഹീറോയിസം എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. BJP നേതൃത്വത്തിന് ഏറ്റവും വലിയ തലവേദനയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോളേജ്, യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നം, വിദ്യാഭ്യാസം കൂടുതൽ നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മതവർഗീയ രാഷ്ട്രീയ മുതലെടുപ്പുകളെ ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർവകലാശാലകളിൽ നടന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നറിയാവുന്നതുകൊണ്ട് കാര്യമായിട്ട് തന്നെ കാവ്യവൽക്കരണം നടത്താനായിട്ടുള്ള ശ്രമം, അതങ്ങ് നാഷണൽ യൂണിവേഴ്സിറ്റികളിലടക്കം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു തരത്തിലുള്ള ഒരു കടന്നുകയറ്റമാണ്, അടിച്ചമർത്തലാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഏത് തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ആ ഒരു വൃത്തികെട്ട നിലപാടിനോട് യോജിച്ച് ഇവിടെയുള്ള ഒരു മജോറിറ്റി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാലയങ്ങളിലേക്കും ഈ പറയുന്ന കാവ്യവൽക്കരണം വലിഞ്ഞു കയറി അങ്ങോട്ട് വരും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗവർണറുടെ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് പേടിച്ചരണ്ട, അസഹിഷ്ണുത മൂത്ത ഒരാളുടെ പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗവർണർ യൂണിവേഴ്സിറ്റിയിൽ കാല് കുത്തിയോ, അദ്ദേഹം ബാനർ അടിപ്പിച്ചോ, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അദ്ദേഹം ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു ബാനർ അദ്ദേഹത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമര രീതി വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥം. അതായിട്ട് തന്നെ എടുത്താൽ മതി. അയാളെ അസ്വസ്ഥമാക്കുന്ന തരത്തിലേക്ക് ഇവിടെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സമരം അദ്ദേഹത്തിൻ്റെ കാതിനത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമരത്തിൻ്റെ വിജയം തന്നെയാണ്.
ഏതായാലും ഈ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യാതെ ഈ പ്രകടനങ്ങൾ കൊണ്ട് എല്ലാം മൂടി വയ്ക്കാനായിട്ടുള്ള ആ ഒരു പതിവ് നമ്പർ എനിക്ക് അതിനകത്ത് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ഗവർണറുടെ വാഹനത്തിലേക്ക് ഓടിയെടുത്ത ആളുകളുടെ ആ ഒരു സമര രീതിയോട് വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു സമര രീതി എനിക്ക് അത്ര നൈസായിട്ട് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFI നടത്തിയ ആ ഒരു സമരത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ നടത്തിയ പ്രകടനങ്ങളോട് എനിക്കിതുവരെ യോജിപ്പൊന്നും. ഒരു ബാനർ കണ്ടപ്പോഴത്തേന് ഗവർണർ അസ്വസ്ഥമാവുന്ന രംഗങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണാൻ പറ്റുന്നത്. No one will remove it. So you go up there. You go up there. You have made a mockery of the law and order. Tell me. It's not like that, sir. I will not. What is like that? What is like this? I will. Other movie. If it is not like that, and tell SFI people to come. The fools. എനിക്കിതിനകത്ത് ഒരു തരത്തിലുള്ള ബഹുമാനവും ആ ഒരു വ്യക്തിയോട് തോന്നുന്നില്ല, പ്രിയപ്പെട്ട ഗവർണറോട് തോന്നുന്നില്ല, ബഹുമാനീയനായിട്ടുള്ള ഗവർണറോട് തോന്നുന്നില്ല. ഇവിടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഫൂൾസ് എന്നൊക്കെ വിളിക്കാനായിട്ടുള്ള എന്ത് റൈറ്റാണ് ഒരു വ്യക്തിക്ക്, ഒരു ഇന്ത്യൻ സിറ്റിസൺ ഉള്ളത്? അതൊക്കെ ആ ഒരു പ്രിവിലേജുകൾക്കകത്തുള്ളതാണോ? അവരെ തൊഴിലിടത്തിൽ, അവരുടെ തൊഴിൽ മേഖലയിൽ അവരെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു പ്രിവിലേജുകൾക്കകത്ത് ഉള്ളതാണോ? അല്ല. ആ ഒരു ഇൻസൾട്ടൊക്കെ എന്തിനു അനുഭവിക്കണം? അതൊക്കെ പ്രിവിലേജുകളുടെ മിസ്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ സമാധാനപരമായിട്ട് നടത്തുന്ന ഒരു സമര രീതിയാണ് ഇപ്പോൾ SFIയുടെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ അവിടെ ബാനറുകൾ വലിച്ചു കിട്ടുന്ന സാഹചര്യത്തിൽ അവർ അതൊരു പ്രതിഷേധ രീതിയായിട്ട് തന്നെയാണ് ചെയ്തത്. ആ ഒരു ബാനറുകൾ കണ്ട് ഇദ്ദേഹം അസ്വസ്ഥമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അസ്വസ്ഥത മാറ്റി കൊടുക്കുക എന്നുള്ളതാണോ ഇവിടെയുള്ള പോലീസുകാരുടെ, അതും ഫൂൾസ് എന്നുള്ള വിളി കേട്ടിട്ട് അത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണോ ഇവിടെയുള്ള പോലീസ് സേനയുടെ ഒരു ജോലി? ഈ ഗവർണറാണല്ലോ ആഡംബരങ്ങളെ കുറിച്ചിട്ട് വാചാലനാവുന്നത്. അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുന്ന പോലീസുകാരുടെ എണ്ണം എത്രയാണ്? 200-ലൊക്കെ അധികമാണ് ഇന്നലെയൊക്കെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഡംബര ചെലവുകൾ എത്രയാണ്? അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പരിപാടികൾക്ക് വേണ്ടിയാണ് ഈ കരതീറ മുഴുവൻ നടക്കുന്നത്. അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യത്തില്ല. കാരണം ഇത് കേരളമാണ്. ഇവിടെ അദ്ദേഹത്തെ ഒരു അതിഥിയായിട്ട് തന്നെയാണ് ആളുകൾ കണക്കാക്കുന്നത്. Call that chief minister here. हाँ इसे बुलाओ. You are staying in the guest house. Remove it. You have not seen it since morning. You are not personal servant of anybody. You are servant of the government. ഇദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കണ്ട് സംഘികൾ കൂട്ടമായിട്ട് കൈയടിക്കുമെന്നുണ്ടെങ്കിലും ഗവർണറുടെ ഒരു പദവി അദ്ദേഹം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനും തോന്നുന്ന തരത്തിലേക്കുള്ള പ്രകടനങ്ങളല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രഷർ എടുത്തിട്ടാണ് ഗവർണർ മുന്നോട്ടേക്ക് പോകുന്നത്. വലിയ വിഷമം തോന്നാറുണ്ട്. ഏറെ ബഹുമാനീയനായിട്ടുള്ള ഗവർണറുടെ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. നന്ദി.